ഹായ്, ഇന്ന് നമുക്ക് വറുത്ത മുട്ട മസാല ഉണ്ടാക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കാൻ ഞങ്ങൾ നോക്കാം. പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി, സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഇഞ്ചിയൊന്നും ചതയ്ക്കണ്ട, ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്താൽ മതി. വെളുത്തുള്ളി നന്നാക്കാം. ഇത് പേസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷേ അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് പേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഇതിലേക്ക് പച്ചമുളക് കേട്ടോ, തക്കാളി, സബോള കട്ട് ചെയ്യാം. നല്ല പൊടി പൊടിയായിട്ട് നൈസായിട്ട് സ്ലൈസ് ചെയ്തോളൂ. അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ പോരങ്ങി ഒഴിച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. നൈസായിട്ട് തന്നെ അരിഞ്ഞേക്കണേ. ഇപ്പം എണ്ണ ചൂടായി, ഇപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വഴറ്റി വന്നിട്ടുണ്ടത് സബോള. ഇതിലേക്ക് ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അവസാനം തക്കാളി ഇട്ടാൽ മതി, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയുടെ ആ പച്ചമണമൊന്നും പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ അരച്ച് വച്ചിരിക്കുന്ന മസാല അതൊരു 1/4 ടീസ്പൂണ്. കുരുമുളക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തൂവി വിടുള്ളൂ, എല്ലാം കഴിഞ്ഞിട്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റാം. ആ പച്ചമണമൊക്കെ ഒന്ന് പോയി. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. തീയൊന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഞാൻ മസാലയൊക്കെ കരിഞ്ഞ് പോയേ. എൻ്റെ മോനവിടെ നിന്ന് തുമ്മണു. കൊറോണ എങ്ങാനാവോ ഇനി?
വെറുതെ ഒന്ന് വഴറ്റി വന്നാൽ മതിയല്ലോ. തക്കാളിയൊക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞായിരുന്നേ, അതൊക്കെ നന്നായി വേഗം ഒന്ന് വഴറ്റി വന്നോളൂ. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം. മുട്ടയിലേക്കല്ല, ഈ ഗ്രേവിയിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പിടാം കേട്ടോ. മുട്ട നമുക്ക് ഇടുമ്പോൾ മുട്ടയിലേക്കുള്ളത് ഇടാം. ഓക്കെ, ശരി. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുട്ട അതിലേക്ക് ഒഴിക്കാം. നമുക്കതിലേക്ക് മുട്ട ഒഴിക്കാം കേട്ടോ. തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് ഇപ്പോൾ കുറേശ്ശെ ഒന്ന് ഉപ്പ് തൂവി കൊടുക്കാം. ഉള്ളിലേക്കൊക്കെ ഒന്ന് നന്നായി പിടിച്ചോളൂ. കുറേശ്ശെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓ, എനിക്ക് കൈയൊക്കെ കഴിക്കുന്നുണ്ട് ഇത് തിളക്കുമ്പോൾ. നല്ല സുഖമില്ല കേട്ടോ കൈ ഇത്രയും ഐറ്റംസൊക്കെ ഇട്ടിട്ട്. എങ്ങനെയാണോ ഈ പാചകക്കാരെയൊക്കെ സമ്മതിക്കണല്ലേ? ഈ വലിയ മറ്റേ എന്താ പറയുക, ചെമ്പിലും ചിരക്കിലൊക്കെ ഇട്ടിട്ട് മറ്റേ വലിയ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോൾ നല്ല പാടുണ്ട്. ഇരുന്ന് ഉണ്ണണവർക്ക് എന്താല്ലേ? ഇതിലേക്ക് എന്നെ എന്താ തൂവിട്ട് കൊടുക്കേണ്ടത്? അവസാനം ഞാൻ എന്തിടാന്നാണ് പറഞ്ഞത്? കുരുമുളക് പൊടി അല്ലേ? അല്ലേടാ സുൽപ്പനെ, കുരുമുളക് പൊടി ഇടാന്നല്ലേ പറഞ്ഞേ? കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ. മതി 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 മതി. അധികമായാൽ അമൃതം വിഷമാണ്. ഇനി നമുക്ക് ഈ ഗ്രേവി ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത മുട്ട മസാല റെഡി. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഓക്കെ.